What were the aims of the Portuguese who came to Kerala in 1498? 1498 കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ടു എൻഡ് ദ അറബ് ആൻഡ് ചൈനീസ് ട്രേഡ് മോണോപ്പൊളി ഇൻ കേരള. അറബികളുടെയും ചൈനക്കാരുടെയും കച്ചവട കുത്തക, കേരളത്തിലെ കച്ചവട കുത്തകാവകാശം. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യാനായിട്ട് അവകാശം നേടിയെടുക്കുക, അതിനാണ് മോണോപ്പൊളി എന്ന് പറയാം, കുത്തകാവകാശം എന്ന് പറയും. അത് അന്ന് അറബികൾക്കായിരുന്നു. കേരളത്തില് കച്ചവടം ചെയ്യാനുള്ള കുത്തക അറബികൾക്കും ചൈനക്കാർക്കുമായിരുന്നു. ഇത് അവസാനിപ്പിക്കുക, ടു എൻഡ് അറബ് ആൻഡ് ചൈനീസ് ട്രേഡ് മോണോപ്പൊളി ഇൻ കേരള, ഇതായിരുന്നു പോർച്ചുഗീസുകാരുടെ ഒരു ലക്ഷ്യം. പിന്നെ രണ്ടാമത്തത്, ദേ ഡിമാൻഡഡ് സാമോറിൻ, ദ റൂളർ ഓഫ് കോഴിക്കോട്, ടു എക്സ്പെൽ ദ അറബ് മെർച്ചന്റ്സ് ഫ്രം കോഴിക്കോട്. അതിനു വേണ്ടിയിട്ട് അവര് സാമൂതിരിയോട് കോഴിക്കോട് നിന്ന് അറബികളെ പുറത്താക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഹലോ സാർ, ഒന്നും കേൾക്കാല്ലോ? സൂമിലൊന്നും കേൾക്കാല്ലേ? ഇപ്പളേ കേട്ട്. ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കണ്ട? സ്ക്രീൻ കാണാണ്ട? ആ, ഇപ്പൊ കേൾക്കാൻ കാണാനുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ മലയാളം പറയാം. 1498 കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക. ഇതിനായിട്ട് സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് രണ്ടുപേരും അവരുടെ ആവശ്യങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ,
Zamorin's navy, under the leadership of Kunyali Marikar, bravely resisted the Portuguese. They lost. അടുത്ത പോയിന്റ്. അതാണ് ഇപ്പൊ കുഞ്ഞാലി മരക്കാർ സിനിമയില് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ആ സിനിമയിലത്തെ പ്രമേയം അതാണ്. അതായത് പോർച്ചുഗീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്ത സാമൂതിരിയുടെ നേവി കപ്പൽ പടയുമായിട്ട് പോർച്ചുഗീസുകാരായിട്ട് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ടത് ആരാണ്? ആരാ പരാജയപ്പെട്ടത്? കുഞ്ഞാലി മരക്കാർ. Zamorin's navy, under the leadership of Kunyali Marikar, bravely resisted the Portuguese. They lost. പോർച്ചുഗീസുകാരെ നേവി ആയിട്ട് റെസിസ്റ്റ് ചെയ്തത് ആരാ? സൂമിൽ കേൾക്കണ്ട? കേൾക്കണ്ട്. ആരാ റെസിസ്റ്റ് ചെയ്തത്? കുഞ്ഞാലി മരക്കാരാണ് റെസിസ്റ്റ് ചെയ്തത്. അത് മാച്ച് ദ ഫോളോയിങ് കയറ്റി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിന് ലാസ്റ്റ് ലെക്ചർസിൽ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത്, ഹു ഡ്രോ ദ പോർച്ചുഗീസ് ഔട്ട് ഓഫ് കേരള? മലയാളത്തിലാണ്. ഹു ഡ്രോ ദ പോർച്ചുഗീസ് ഔട്ട് ഓഫ് കേരള? ആരാണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് പുറത്താക്കിയത്? ഹു ഡ്രോ ദ പോർച്ചുഗീസ് ഔട്ട് ഓഫ് കേരള? ആരാണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്തത്? ആരാ? The Dutch expelled the Portuguese from Kerala. പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്തത് ഡച്ചുകാരാണ്. ഡച്ചിനെ ഹോളണ്ട് എന്നും പറയട്ടെ, രണ്ടും സെയിം തന്നെയാണ്. ഡച്ചുകാരെ ഹോളണ്ട് എന്നും പറയും. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ നാവികപ്പട പോർച്ചുഗീസുകാരെ അറബിക്കടൽ ശക്തമായി എതിർത്തെങ്കിൽ വിജയിക്കാനായില്ല. ഡച്ചുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത്, ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയത്.
അടുത്തത് ബ്രിട്ടീഷുകാർക്ക് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ലഭിച്ചതെങ്ങനെ? ബ്രിട്ടീഷുകാർക്ക് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ലഭിച്ചതെങ്ങനെ? കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ. കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? കർണാട്ടിക് വാർ ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് വാർ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച്. ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നതാണ് കർണാട്ടിക് വാർസ്. അതില് ഫ്രഞ്ചുകാർ തോറ്റു, ബ്രിട്ടീഷുകാർ ജയിച്ചു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് സൗത്ത് ഇന്ത്യയില്, കേരളത്തിൽ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയില് ട്രേഡ് മോണോപ്പൊളി ലഭിക്കുന്നത്. ബൈ ഡിഫീറ്റിംഗ് ഫ്രഞ്ച്. ബൈ ഡിഫീറ്റിംഗ് ഫ്രഞ്ച്. ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചുകൊണ്ടാണ്. ഇൻ ദ കർണാട്ടിക് വാർസ്. കർണാട്ടിക് യുദ്ധത്തില്. അപ്പൊ കർണാട്ടിക് വാർസ് ആരൊക്കെ തമ്മിലായിരുന്നു? ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ്. അതിലാരാ വിജയിച്ചത്? ബ്രിട്ടീഷ് വിജയിച്ചു. ബ്രിട്ടീഷുകാർ അതിൽ വിജയിച്ചു. അപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് കേരളത്തില് ട്രേഡ് മോണോപ്പൊളി നേടിക്കൊടുത്ത ഒരു യുദ്ധമായിരുന്നു അത്. ഈ യുദ്ധത്തോട് കൂടിയിട്ടാണ് അവരുടെ ട്രേഡ് മോണോപ്പൊളി ഇവിടെ എസ്റ്റാബ്ലിഷ് ആയത്. കർണാട്ടിക് യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാരുടെ ട്രേഡ് മോണോപ്പൊളി സൗത്ത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയത്. കർണാട്ടിക് വാർസ്, കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന. അതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. അതോടെയാണ് അവർക്ക് വ്യാപാര കുത്തക ലഭിച്ചത്. ഇനി ഡച്ചുകാര് തോറ്റ യുദ്ധം. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധം. കുളച്ചൽ യുദ്ധം. കുളച്ചൽ വാർ. ബാറ്റിൽ ഓഫ് കുളച്ചൽ. കുളച്ചൽ യുദ്ധം. അതാരൊക്കെ തമ്മിലാ? കുളച്ചൽ വാർ ആരൊക്കെ തമ്മിലാ? കുളച്ചൽ യുദ്ധം നടന്നത് ട്രാവൻകൂർ ആൻഡ് ഡച്ച്, തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ നടന്നതാണ് കുളച്ചൽ വാർ, കുളച്ചൽ യുദ്ധം. അതിൽ മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ വിജയിച്ചു. മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ വിജയിച്ചു. കുളച്ചൽ വാർ 1741, 1741 നടന്ന കുളച്ചൽ യുദ്ധം തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലായിരുന്നു. അതില് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ വിജയിച്ചു. ആയിരത്തി 1741 കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാ?
ആരൊക്കെ തമ്മിലാ കൊളച്ചിൽ യുദ്ധം നടന്നത്? തിരുവിതാംകൂറും ഡച്ചും തിരുവിതാംകൂറും ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിലാണ് നടന്നത്. ആരെ വിജയിച്ച്? തിരുവിതാംകൂർ. തിരുവിതാംകൂർ. മാർത്താണ്ഡവർമ്മ വിജയിച്ചു. ഇതാണ് ഡച്ചുകാരെ കേരളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട യുദ്ധം. ഈ യുദ്ധത്തോട് കൂടിയിട്ടാണ് ഡച്ചുകാർ കേരളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. സാർ സൂമില് കേക്കല്ലയോ? ഇപ്പൊ കേൾക്കണ്ട? അപ്പൊ കേൾക്കണ്ട്. 1741 കൊളച്ചിൽ യുദ്ധം ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചു. ഡച്ചുകാർ പരാജയപ്പെട്ടു യുദ്ധത്തിൽ. അപ്പൊ പോർച്ചുഗീസുകാരെ തുരത്തിയതാരാ? ബ്രിട്ടീഷ്. ഡച്ചുകാരെ. പോർച്ചുഗീസുകാരെ ഡച്ചുകാര് തോൽപ്പിച്ചു. ഡച്ചുകാരെ തോൽപ്പിച്ചതാരാ? ട്രാവൻകൂർ തോൽപ്പിച്ചു. ഇനി ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചതാരാ? ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു. അപ്പൊ ഇപ്പൊ ആരൊക്കെ പുറത്തായി? പോർച്ചുഗീസുകാർ പുറത്തായി, ഡച്ചുകാര് പുറത്തായി, ഫ്രഞ്ചുകാർ പുറത്തായി. ഇപ്പൊ ആര് മാത്രമേ ഉള്ളോ? ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. ഇനി ബ്രിട്ടീഷുകാര് കേരളത്തെ തോൽപ്പിച്ച, കേരളത്തിൽ അവർക്ക് അധികാരം കിട്ടിയ 3 യുദ്ധങ്ങളാണ്. 3 ഉടമ്പടികളും യുദ്ധങ്ങളൊക്കെയാണ്. 3 സംഭവങ്ങളാണ് അടുത്ത് പറയുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്ക് മേൽക്കോയ്മ, ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ. കേരളത്തിൽ അവർക്ക് എങ്ങനെയാണ് ആധിപത്യം ലഭിച്ചത്? 3 സംഭവങ്ങളിലൂടെയാണ് അവർക്ക് കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചത്. ആറ്റിങ്ങൽ റിവോൾട്ട്, ശ്രീരംഗപട്ടണം ട്രീറ്റി, ഇത് രണ്ടുമാണ്. ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധിയാണ് ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് കേരളത്തില് What were the circumstances that caused the British to dominate in Kerala? കേരളത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഹെൽപ്പ് ചെയ്ത സർക്കംസ്റ്റൻസസ് ഏതൊക്കെയാണ്? സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 2 സംഭവങ്ങൾ ഏതൊക്കെയാ? ആറ്റിങ്ങൽ റിവോൾട്ടും ശ്രീരംഗപട്ടണം ട്രീറ്റി. ആറ്റിങ്ങൽ റിവോൾട്ടും ശ്രീരംഗപട്ടണം ട്രീറ്റിയും, ഈ 2 സംഭവങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഡോമിനേഷൻ കിട്ടാനായിട്ട് കാരണമായത്.
ഇനി അടുത്തത് എന്താണ് ആറ്റിങ്ങൽ കലാപം? ആറ്റിങ്ങൽ കലാപം, ആറ്റിങ്ങൽ റിവോൾട്ട്. ആയിരത്തി 1615 കേരളത്തിലെ ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി കരാറിൽ ഒപ്പുവെച്ചു. ക്യാപ്റ്റൻ കീലിംഗ് 1615 ആരോ ഒപ്പുവെച്ചത്? ഹൂ സൈൻഡ് ട്രീറ്റി വിത്ത് സാമോറിൻ in 1615? ആരാ? ക്യാപ്റ്റൻ കീലിംഗ്. ക്യാപ്റ്റൻ കീലിംഗ് സൈൻ ചെയ്ത് ഒപ്പുവെച്ചു, സാമൂതിരിയുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചു. ക്യാപ്റ്റൻ കീലിംഗ്. അപ്പൊ 3 സ്ഥലത്ത് ഫാക്ടറി തുടങ്ങാനായിട്ട് അവർക്ക് അങ്ങനെ അനുവാദം കിട്ടി. 3 സ്ഥലത്ത് ഫാക്ടറി തുടങ്ങാനായിട്ട് അവർക്ക് അനുവാദം കിട്ടി. ആ ക്യാപ്റ്റൻ കീലിംഗ് സാമൂറിനുമായിട്ട് ട്രീറ്റി സൈൻ ചെയ്തോട് കൂടിയിട്ട് 3 സ്ഥലങ്ങളില് വെയർ ഹൗസ് തുടങ്ങാനായിട്ട്, വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്, ഈ സ്ഥലങ്ങളിലൊക്കെ വെയർ ഹൗസ് തുടങ്ങാനുള്ള അനുവാദം കിട്ടി. They got permission to start warehouses at എവിടേക്കാ? എവിടേക്ക് വെയർ ഹൗസ് തുടങ്ങാൻ അനുവാദം കിട്ടിയത്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്, ഈ സ്ഥലങ്ങളിലൊക്കെ വെയർ ഹൗസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് പെർമിഷൻ കിട്ടി. പിന്നെ അവര് അഞ്ചുതെങ്ങിലെ ക്വീൻ, രാജ്ഞി, അവിടുന്ന് അവർക്ക് പെർമിഷൻ കിട്ടി അവിടെ ഒരു ഫോർട്ട് പണിയാനായിട്ട്, കോട്ട പണിയാനായിട്ട്. അഞ്ചുതെങ്ങിൽ ഒരു ഫോർട്ട്, ഒരു കോട്ട പണിയാനായിട്ട് അവർക്ക് അനുവാദം കിട്ടി. അഞ്ചുതെങ്ങിൽ കോട്ട. ആദ്യം എന്താ പണിത്? ആദ്യം 3 സ്ഥലത്ത് എന്താ പണിതത്? വെയർ ഹൗസ്. ആദ്യം വെയർ ഹൗസ് ആണ് പണിതത്. പിന്നെ എവിടെയാ കോട്ട പണിതത്? അഞ്ചുതെങ്ങില് പിന്നെ അവരൊരു കോട്ട പണിതു. ഇതാ Captain Keeling signed a trade agreement with Zamorin. Captain Keeling signed a trade agreement with Zamorin.
Captain Keeling signed a trade agreement with Samorin. Company got permission to start warehouses at Vidinyam, Talasheri and Anjutengan. They got permission from the Queen of Attingal to build a fort at Anjutengan. പിന്നെ അഞ്ചുതെങ്ങിൽ അവരൊരു ഫോർട്ട് പണിയാനായിട്ട്, ഒരു കോട്ട പണിയാനായിട്ട് അവർക്ക് പെർമിഷൻ കിട്ടി. Later Anjutengan became an important military center of the British. ബ്രിട്ടീഷുകാരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈനിക കേന്ദ്രമായി മാറി. അവർ പിന്നെ അവിടെ കോട്ടയൊക്കെ പണിത് സൈന്യത്തിനൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ജനങ്ങള്, നാട്ടുകാർ ഇതില് കോപാകുലരായി. The natives became furious. The natives became furious. നാട്ടുകാരൊക്കെ കോപാകുലരായി. The natives killed 150 Englishmen. നാട്ടുകാര് രാജ്ഞിയെ കാണാൻ പോയിരുന്ന 150 ഇംഗ്ലീഷുകാരെ, രാജ്ഞിക്ക് സമ്മാനമൊക്കെ ആയിട്ട്, രാജ്ഞിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോയിരുന്ന 150 ഇംഗ്ലീഷുകാരെ കൊന്നുകളഞ്ഞു. The natives killed about 150 Englishmen who were on their way to give gifts to the Queen of Attingal. ആറ്റിങ്ങൽ രാജ്ഞിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോയ, ആറ്റിങ്ങൽ രാജ്ഞിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോയ 150ഓളം ഇംഗ്ലീഷുകാരെ അവര് കൊന്നുകളഞ്ഞു. ഇതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തി. ബട്ട് ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദിസ് റിവോൾട്ട്. ബ്രിട്ടീഷുകാർ ഈ കലാപം അടിച്ചമർത്തി. അപ്പൊ 1615 ആരൊക്കെയാ സൈൻ ചെയ്തത്? വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാ? 1615 ആരൊക്കെയാ വ്യാപാര കരാറിൽ ഒപ്പുവെച്ച്? ബ്രിട്ടീഷ്, ക്യാപ്റ്റൻ കീലിങ്ങും സമോറിനും സാമൂതിരിയും. അപ്പൊ അവർക്ക് വെയർ ഹൗസ് തുടങ്ങാൻ അനുവാദം കിട്ടി. എവിടേക്കാ? ഓക്കെ, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി. പിന്നെ അവര് കോട്ട പണിതത് എവിടെയാ? അഞ്ചുതെങ്ങില് പിന്നെ ഒരു കോട്ട പണിതു. പിന്നെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150 ബ്രിട്ടീഷുകാരെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ സംഘടിത കലാപം. ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. ദ ബ്രിട്ടീഷ് സപ്രസ് ദിസ് റിവോൾട്ട്. ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തേണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റിനെ കയറിയിട്ടില്ലേ? ഫസ്റ്റിനെ കയറിണ്ടാ? ഫസ്റ്റിന് എന്ത് മെസ്സേജ് അയച്ചിട്ടില്ല? ഇനി കേരളം, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ഈ 3 സ്ഥലമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നത്? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഒക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നത് എങ്ങനെ? How Malabar, Travancore and Kochi came under the British rule? മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലായത്?
നോക്കാം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ബ്രിട്ടീഷുകാർ നിയന്ത്രണത്തിന് കീഴിലായത് എങ്ങനെ? ഹൗ മലബാർ, ട്രാവൻകൂർ ആൻഡ് കൊച്ചി came under the British rule? 1792 മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. 1792 മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. As per the Srirangapatnam Treaty of 1792 between the British and Mysore rulers, Malabar came under the British control. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ശ്രീരംഗപട്ടണം ട്രീറ്റി ആരൊക്കെ സൈൻ ചെയ്ത്? ആരൊക്കെയാ? ഓക്കെ, ബ്രിട്ടീഷ് ആൻഡ് മൈസൂർ റൂളേഴ്സ് ആണ്. ബ്രിട്ടീഷുകാരും മൈസൂരുകാരും തമ്മിലാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻ ചെയ്തത്. ഏത് വർഷം? 1792 ഇവര് സൈൻ ചെയ്തത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഈ ട്രീറ്റിയിൽ എന്താ റിസൾട്ട്? ഓക്കെ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഇതായിരുന്നു ഇതിന്റെ റിസൾട്ട്. ഇനി ഇതേ വർഷം തന്നെ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകി. സെയിം ഇയർ തന്നെ കൊച്ചി ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാൻ തുടങ്ങി. In 1792, Kochi Raja accepted British supremacy and was forced to pay tribute. ടാക്സ് കൊടുക്കാൻ തുടങ്ങി. ഇനി 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പൊ നേരത്തെ തിരുവിതാംകൂർ ആരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു? കൊളച്ചൽ യുദ്ധത്തില് ഡച്ചുകാരെ തോൽപ്പിച്ചിരുന്നു. അപ്പൊ ആ തിരുവിതാംകൂറിനെ ബ്രിട്ടീഷുകാര് ട്രീറ്റിയിൽ കൊണ്ടുവന്നു. അവരുമായിട്ടും ബ്രിട്ടീഷുകാർ ട്രീറ്റി ഒപ്പിട്ടു 1795. അപ്പൊ അങ്ങനെ ഈ 3 സ്ഥലങ്ങൾ, കേരളം മൊത്തത്തിൽ അപ്പൊ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഏതൊക്കെയാ? മലബാർ കിട്ടി, കൊച്ചി കിട്ടി, ട്രാവൻകൂർ കിട്ടി. ഈ 3 പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അടുത്തത് പഴശ്ശിരാജ, പഴശ്ശി കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്.
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഈ ചാപ്റ്ററിലെ പഴശ്ശി. മാത്രല്ല കൂടുതലും ഉണ്ട്. അതിൽ കയറിയില്ലേ? Keralavarma Pazhashaja of Kottayam royal family led the resistance against the British in Malabar. Keralavarma Pazhashaja of Kottayam royal family led the resistance against the British in Malabar. മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ലീഡ് ചെയ്തത് ആരാ? മലബാറിൽ ആരാ ലീഡ് ചെയ്ത്? പഴശ്ശിരാജ. പഴശ്ശിരാജ ഇപ്പൊ ഏത് സ്ഥലത്തെ രാജാവായിരുന്നു? കോട്ടയം. ആണോ? കോട്ടയം എന്നാണോ മനസ്സിലോ? ഒന്ന് വായിച്ചിരിക്കേ. ഓക്കെ. പിന്നെ the British promised Pazhassi the right to collect tax. The British promised Pazhassi the right to collect tax from Kottayam region as a reward for helping them in the wars against Mysore. അതായത് മൈസൂരുകാർക്കെതിരെയുള്ള യുദ്ധത്തില് ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. പ്രോമിസ് ചെയ്തിട്ടുള്ളൂ കേട്ടാ, കൊടുത്തിട്ടില്ല, പ്രോമിസ് ചെയ്തിട്ടേ ഉള്ളൂ. എന്താ പ്രോമിസ് ചെയ്തത്? ബ്രിട്ടീഷുകാർ എന്താ പ്രോമിസ് ചെയ്ത്? ഓക്കെ, കോട്ടയത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് വാഗ്ദാനം ചെയ്തു, പ്രോമിസ് ചെയ്തു. എന്താ കാരണം? എന്തിനാ പ്രോമിസ് ചെയ്ത്? ആ, മൈസൂരുകാർക്കെതിരെ യുദ്ധത്തിൽ ഹെൽപ്പ് ചെയ്തതിനാണ് അത് ഓഫർ ചെയ്തത്. അപ്പൊ ഓഫർ ഇതായിരുന്നു, മൈസൂരുകാരെ തോൽപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്താൽ ഇവർക്ക് ഇത് കൊടുക്കാം, പഴശ്ശിരാജയ്ക്ക് കോട്ടയത്തു നിന്നുള്ള ടാക്സ് കളക്ഷൻ അതിന്റെ റൈറ്റ് കൊടുക്കാം. ഇതായിരുന്നു പ്രോമിസ് ചെയ്തിരുന്നത്. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായി. ജയിച്ചപ്പോ ഒരു കാല് മാറി, പറ്റിച്ചു, പഴശ്ശിരാജനെ പറ്റിച്ചു. The British refused to keep their promise. ബ്രിട്ടീഷുകാർ പറ്റിച്ചു, അവര് പ്രോമിസ് കീപ്പ് ചെയ്തില്ല. അത് മാത്രല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിക്കുകയും ചെയ്തു. കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വേറെ സ്ഥലം പിടിച്ചെടുക്കാനും നോക്കിയ. പഴശ്ശിരാജയുടെ കയ്യിൽ ഉണ്ടായിരുന്ന വയനാട് അത് പിടിച്ചെടുക്കാനും കൂടി നോക്കി, അത് വേണമെന്ന് പറഞ്ഞു. കൂടാതെ വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചു.
Moreover, the British claimed their dominance over Wayanad. അതിലുപരിയായിട്ട് അവർ വയനാടും കൂടി ആവശ്യപ്പെട്ടു. പഴശ്ശിരാജ ഓർഗനൈസ്ഡ് ദ പീപ്പിൾ. കൂടാതെ വയനാടിന്മേൽ ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിച്ചു. വയനാടിന്മേൽ അവകാശം ഉന്നയിക്കുകയും ചെയ്തു. കോട്ടയോട്ട് കൊടുത്തൂല, വയനാട് കൂടി വേണമെന്ന് പറയുകയും ചെയ്തു. ഇതാണ് പഴശ്ശിരാജയെ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചത്. Pashraja organized the people and fought against the British. Okay. Pashraja അപ്പോൾ ജനങ്ങളെ ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് fought against the British. ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്തു. He unleashed guerrilla warfare. Guerrilla war. Guerrilla war ആണ്. ഒളിപ്പോരാണ് നടത്തിയത്. ഒളിപ്പോർ. പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ടോ? കാട്ടിലൊക്കെ ഒളിച്ചിരുന്നിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. അതെ, ഒളിപ്പോര് എന്ന് പറയാ, ഗറില്ല വാർ എന്ന് പറയാം. ഗറില്ല വാർ, ഒളിപ്പോര്, ഗറില്ല വാറാണ് നടത്തിയത്. He started guerrilla war against the British. He started guerrilla war against the British. ബ്രിട്ടീഷർക്കെതിരെ ഗറില്ല വാർ തുടങ്ങി. With the help of ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു. സിനിമയിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടില്ലേ? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താലാണ് ഗറില്ല വാർ നടത്തിയത്. ഒളിപ്പോര് നടത്തിയത് ഇവരുടെ സഹായത്താലാണ്. എന്നാൽ പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. In the fight against the British, he was assaulted his life on 30 November 1805. യുദ്ധത്തിലെ in the fight against the British, he was assaulted his life on 30 November 1805. He was killed. അദ്ദേഹം കൊല്ലപ്പെട്ടു. യുദ്ധത്തിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇതാണ് പഴശ്ശി റിവോൾട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫോക്കസ് ഏരിയയിലുണ്ട്. അടുത്തത് വേലുത്തമ്പി പാലിയത്തച്ഛൻ. വേലുത്തമ്പിയും പാലിയത്തച്ഛനും ഫൈറ്റ് നടത്തിയത് ബ്രിട്ടീഷുകാർ അവരുടെ ആഭ്യന്തര കലാപങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവർ ഫൈറ്റ് നടത്തിയത്. വേലുത്തമ്പി പാലിയത്തച്ഛനും. കേൾക്കല്ലേ? വേലുത്തമ്പിയും പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് നടത്താനുള്ള കാരണം എന്താ? കാരണം intervention of the British in the internal affairs of Kochi. ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങി, ഇന്റർവെൻഷൻ ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാര് കൊച്ചിയുടെ
ഇന്റേണൽ അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങി. അതാണ് പാലിയത്തച്ഛനെ പ്രകോപിപ്പിച്ചത്. അതുപോലെ വേലുത്തമ്പി ദളവനെ ഇന്റർവെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. ഇതാണ് വേലുത്തമ്പി ദളവയെ പ്രകോപിപ്പിച്ചത്. ദളവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദളവ മന്ത്രി. അപ്പൊ ഇവർ രണ്ടുപേരും മന്ത്രിമാരാണ്. പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയും മന്ത്രിമാരായിരുന്നു. കൊച്ചിയിലെ മന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ, തിരുവിതാംകൂറിലെ മന്ത്രിയായിരുന്നു ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. ഇവർ യുദ്ധം തുടങ്ങാൻ എന്താ കാരണം? യുദ്ധം തുടങ്ങാനുള്ള കാരണം എന്താ? ഇന്റർവെൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ. എന്തായിരുന്നു പറഞ്ഞേ? ഓക്കെ. കൊച്ചിയുടെയും ട്രാവൻകൂറിന്റെയും കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ, ഇന്റേണൽ അഫയേഴ്സിൽ ബ്രിട്ടീഷുകാര് ഇന്റർഫിയർ നടത്തി, ഇന്റർവെൻഷൻ നടത്തി. അതാണ് ഇവര് യുദ്ധം തുടങ്ങാനുള്ള കാരണം. എന്നാൽ യുദ്ധത്തിലെ വേലുത്തമ്പി ദളവ സൂയിസൈഡ് ചെയ്തു, പാലിയത്തച്ഛനെ നാടുകടത്തി. പാലിയത്തച്ഛൻ വാസ് ബാനിഷ്ഡ് ഫ്രം ദ കൺട്രി. വേലുത്തമ്പി ദളവ കമ്മിറ്റഡ് സൂയിസൈഡ്. വേലുത്തമ്പി ദളവയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കുണ്ടറ റിവോൾട്ട്, കുണ്ടറ വിളംബരം. കുണ്ടറ റിവോൾട്ട് അത് ടെക്സ്റ്റിലെ അഡീഷണൽ റീഡിംഗ് ആണോ? ഓക്കെ. കുണ്ടറ റിവോൾട്ട് അഡീഷണൽ റീഡിംഗ് ആണോ? കുണ്ടറ റിവോൾട്ട് ടെക്സ്റ്റ് പറയുന്നുണ്ട്. കുണ്ടറ പ്രൊക്ലമേഷൻ. Velutambi called for armed fight against the British through his Kundara proclamation on 11 January 1805.
ഇത് പ്രധാനപ്പെട്ടതാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം. ഏതാ വർഷം? വർഷം ഏതാ? 1809, 1809. സ്ക്രീൻ കാണല്ലേ എല്ലാവർക്കും? മാഷേ. ശ്രീലക്ഷ്മി കയറിയാ? സ്ക്രീൻ കാണണ്ട? സാർ ക്ലാസ് എപ്പോഴാണ് തിരിയാ? കഴിയാറായിട്ടാ. Velutthambi called for armed fight against the British through Kundara Proclamation on 11 January 1805. ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പൊ കുണ്ടറ വിളംബരം വർഷം ഏതാണ്? അപ്പൊ കുണ്ടറ എന്ന് വെച്ചാലേ പണ്ടൊക്കെ ഇങ്ങനെ, ഇന്നിപ്പോ നമുക്കൊരു മെസ്സേജ് കിട്ടാനായിട്ട് വെബ്സൈറ്റിൽ ഇപ്പൊ ഗവൺമെന്റ് നമ്മളോട് ജനങ്ങളോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലിടും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ പല രീതിയിൽ സോഷ്യൽ മീഡിയാസ് ആയാലും പല രീതിയിൽ ഗവൺമെന്റിന് ജനങ്ങളെ അറിയിക്കാം, ന്യൂസിലൂടെ ഒക്കെ അറിയിക്കാം. പണ്ട് ജനങ്ങളെ ന്യൂസ് ഒക്കെ അറിയിച്ചിരുന്നത് പണ്ടത്തെ ഒരു രീതിയിൽ എന്താന്ന് വെച്ചാല്, ഒരാള് ചെണ്ട കൊട്ടിയിട്ടുണ്ടാവും, ഒരാള് വലിയൊരു ഷീറ്റിൽ ഇങ്ങനെ ആ രാജാവിന് സന്ദേശം ഇങ്ങനെ ഉറക്കെ ഓരോ ജംഗ്ഷനിലും പോയിട്ട് അതിങ്ങനെ ഉറക്കെ വായിക്കും. അതായിരുന്നു അന്ന് അറിയിച്ചിരുന്നത്. അതിനാണ് വിളംബരം എന്ന് പറയാം, വിളംബരം ചെയ്യാന്ന് പറയാം. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. ഇന്നിപ്പോ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ കോവിഡിനെ കുറിച്ച് പറയാറില്ലേ? അതൊക്കെ ഓരോ വിളംബരങ്ങളാണ്, ഗവൺമെന്റ് ജനങ്ങളെ അറിയിക്കാനുള്ള വ്യത്യസ്ത രീതികളാണ് അതൊക്കെ. എന്നാ പണ്ട് ഇങ്ങനെയാണ് ചെണ്ട കുട്ടിയിട്ട്, പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിണ്ടാ? പഴശ്ശിരാജയിൽ അത് ഉണ്ടാന്നറിയില്ല. അപ്പോ എന്താ ഓക്കെ, അപ്പൊ അതിനെ വിളംബരം എന്ന് പറയാം. അപ്പൊ അങ്ങനെ വേലുത്തമ്പി ദളവ നടത്തിയ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം, കുണ്ടറ പ്രൊക്ലമേഷൻ. വേലുത്തമ്പി ദളവ നടത്തിയ ഒരു പ്രൊക്ലമേഷൻ ആണ് കുണ്ടറ വിളംബരം. അതിന്റെ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, 1805. ഇയർ ഇമ്പോർട്ടന്റ് ആണ്, ഡേറ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിലെന്താണ് ആഹ്വാനം ചെയ്തത്? വാട്ട് ഡിഡ് വേലുത്തമ്പി ദളവ കോൾ ഫോർ ഇൻ ഹിസ് കുണ്ടറ പ്രൊക്ലമേഷൻ? കുണ്ടറ വിളംബരത്തിൽ എന്താണ്
ആഹ്വാനം ചെയ്തത് എന്താ? കുണ്ടറ പ്രോക്ലമേഷനിൽ എന്താ ആഹ്വാനം ചെയ്ത്? He called for armed fight against the British. അല്ലേ? ആംഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്, സായുധ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്ത് പോരാടുക, ആംഡ് ഫൈറ്റ് ചെയ്യുക, ബ്രിട്ടീഷുകാർക്കെതിരെ ആംഡ് ഫൈറ്റ് ചെയ്യുക, സായുധ സമരം നടത്തുക. ഇതാണ് ആവശ്യപ്പെട്ടത്. കുണ്ടറ പ്രോക്ലമേഷനിൽ പഴശ്ശിരാജ ആവശ്യപ്പെട്ടത് ഇതാണ്.